സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൃഥ്വിരാജിൻ്റെ വീഡിയോ അന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് കമൻറ്റുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് തെറിവിളികളും ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഇതൊന്നും അറിയാറില്ല, അതുപോലെ പൃഥ്വിരാജ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെയുള്ള ടീമുകളെയാണ്, അവരാണ് നോക്കേണ്ടത് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ വന്നിട്ട് ഇവിടെ പറയുന്ന ഈ അടിമകളോട് ഞാൻ എന്താണ് പിന്നെ പറയേണ്ടത്? അതായത് ഇവന്മാർക്ക് തലക്ക് കുറച്ച് ഓളമുണ്ടെങ്കിൽ ഈ സിനിമ നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ, പൃഥ്വിരാജും അതുപോലെ പൃഥ്വിരാജ് ഇവരൊക്കെയാണ്. ഇവരുടെ സെറ്റാണെങ്കിൽ ഇവരുടെ തൊഴിലാളികൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കേണ്ട ചുമതല ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കില്ലേ? ഇദ്ദേഹം അങ്ങനെ കൈയൊഴിയാൻ കഴിയുമോ? പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇവിടെ ഈ ചില ആൾക്കാരൊക്കെ കമ്മീഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അതും നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനാണ് അമ്മ എന്ന് പറയുന്ന സംഘടന. ഇന്ന് ഒരാൾ വന്ന് പറയുന്നത് കേട്ടോ, അയാളെ പല്ലൊക്കെ പോയിട്ടുണ്ട് പോലും അവിടുന്ന്, പാവം. ആലോചിച്ച് നോക്കണം, ആ വീട്ടുകാർക്കെല്ലാം എത്ര സങ്കടം ഉണ്ടാവുമായിരുന്നു ഇതിങ്ങനെ ടി വിയിൽ കാണുമ്പോഴേ, ആ പാവാട ഇരുന്നിട്ട് കാണുമ്പോഴേ നമുക്ക് തന്നെ വിഷമം തോന്നി. 1-2 ലക്ഷം ഉറുപ്പിക ഐറ്റങ്ങൾക്ക് സാലറി, ആകെ കിട്ടുന്നത് ഇത്ര പോലെ പൈസയാണെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവന്മാർ അടിയും പിടിയും ഒക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നതായിരുന്നു. അല്ല, എന്നാലും ഒരു കുറച്ച് ഉളുപ്പുണ്ടോ ഈ പൃഥ്വിരാജിനോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ട്, വലിയ വലിയ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം ആഘോഷിക്കുന്നത്, നിങ്ങൾ വലിയ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, വിദേശ യാത്രകൾ നടത്തുന്നത്, സാമാന്യ ഒരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്തൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടോ? കടുവ എന്ന് പറയുന്ന സെറ്റിൽ അരങ്ങേറിയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ ഒരു സെറ്റിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ നിർമ്മാണ ചുമതല വേറെ ആയിരിക്കും കൊടുക്കണം. അല്ലാതെ പൃഥ്വിരാജിൻ്റെ സെറ്റാണ്, ഇവിടെ ഇങ്ങനെ തരത്തുള്ളൂ, ഇവിടെ ഇത്രയേ ആഹാരം തരുള്ളൂ, പൃഥ്വിരാജ് ഉള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇതെന്താ പൃഥ്വിരാജ് ഉള്ളപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങൂലേ? ഈ 21-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിലും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അവിടുത്തെ ഭക്ഷണത്തിന് കണക്ക് പറയുന്ന ആൾക്കാർ. ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നാട്ടിലോട്ട് നടക്കുമ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ചോറ് തരുമോ എന്ന് ചോദിച്ച് തിന്നുന്ന കാലമായിന്ന്. പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു അന്യ വീട്ടിലൊക്കെ പോയിട്ട് തിന്നാൻ പറ്റുമോ? പറ്റൂല. ഇന്നത്തെ അതല്ല, ഇന്ന് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും. ചിലപ്പോൾ 12 മണിയാകുമ്പോൾ ഒരു ഹോട്ടൽ പോലും ഇല്ലാത്ത സ്ഥലമായിരിക്കും. ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കാരാണ് ഇന്ന്. അവിടെയാണ് പൃഥ്വിരാജിനെ പോലെ കോടികളുള്ളൊരു മനുഷ്യൻ തൊഴിലാളികൾക്ക് യാതൊരു സുഖവും കൊടുക്കാതെ, അവർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർ മനുഷ്യരല്ലേ, അവർ ഈ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു മനുഷ്യരല്ലേ, അവർ സ്റ്റാറല്ല എന്നല്ലേ ഉള്ളൂ. അതാലോചിച്ചാൽ പോരെ? വിശപ്പും ദാഹവും മനസ്സും ഒക്കെയുള്ള മനുഷ്യരാവരും. എന്താണത് മനസ്സിലാക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ പോരെ? ഇത് അവിടെയുള്ള ചില ആൾക്കാരുടെ വിചാരം എന്താണെന്നറിയാം, ഇവരൊക്കെ അടിമകളാണ്, ഇതിറ്റങ്ങളൊക്കെ ഇങ്ങനെ മേയ്ക്കണം, ഇങ്ങനെ തലയേക്കാരണം ഇവരൊക്കെ. അതായത് ഒരു സിനിമ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഇവൻ്റെ ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ ഇവരോട് തീർക്കണം. അങ്ങനെയുള്ള ചില കളുണ്ട്. വളരെ മോശം, വളരെ കഷ്ടം തോന്നി ഇങ്ങനെയുള്ള ടീമുകളെ കാണുമ്പോൾ. ഈ സിനിമാക്കാർ എന്ന് പറയുന്ന ഇത്രയും വലിയ കീടങ്ങൾ ഈ ലോകത്തില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ സിനിമാക്കാരും അങ്ങനെയല്ല എന്ന് ചില ആൾ പറഞ്ഞു കഴിഞ്ഞാലും ഭൂരിഭാഗവും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് കണ്ടിട്ട് ഒരുത്തൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ വരാം. അതായത് ഊളപ്പടങ്ങൾ എടുത്തിടും ചിലയോൻ പോയിട്ട്, എന്നിട്ട് നാട്ടുകാർക്ക് കുറ്റം ഇത് കാണാൻ കയറിയിട്ടില്ലെങ്കിൽ. അത്രയും ഊളപ്പടങ്ങൾ 300-350 കോടിയാന്ന് പോലും ഇപ്രാവശ്യം നഷ്ടം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഈ നിർമ്മാതാക്കൾ ബാർപ്പിൻ്റെ പണിക്കങ്ങാറ്റം പോകുന്നുണ്ടോ, ഇല്ല എവിടെയെങ്കിലും എറണാകുളത്ത് ഏതെങ്കിലും വീട്ടിൻ്റെ മുമ്പിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. കാരണം അത്രയും ഗതികെട്ട് ഓൻ്റെ വീടും ഉണ്ടാവില്ല, കുടിയും ഉണ്ടാവില്ല. ഇപ്പോൾ അതാണ് നല്ല പടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഈ സ്റ്റാറുകൾ തന്നെയാണ്. അവരാ പുറത്തു കൊടുക്കൂല. ഈ പൊട്ടാൻ വേണ്ടി എടുക്കുന്ന ചില പടങ്ങളുണ്ട്, ആ പടങ്ങൾ എന്ത് ചെയ്യും? എല്ലാം ഇവർ സ്വന്തമായിട്ട് എടുക്കും. അല്ല, പൊട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പടങ്ങളെല്ലാം ഇത് വെളിയിൽ കൊടുക്കും. നല്ല പടങ്ങളാണെന്നുണ്ടെങ്കിൽ ചാടി അങ്ങോട്ട് എടുക്കും. അതാണ്. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരുടെ വേദനയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖമോ ഒന്നും അറിയില്ല. വെറുതെ പേരിന് വേണ്ടിയിട്ട്, ആ പശുവിൻ്റെ ആ ഒരു പ്രശ്നത്തിന് പേരിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് 1 ലക്ഷം രൂപ അങ്ങനെ അങ്ങ് പറയും വെറുതെങ്കിലും. മനസ്സിലായ? ആ ഒരു അത്രയും പൈസ വേണം. ഈവന്മാർക്ക് ഒരു 2 പൊറോട്ട ഇല്ലേ കുറച്ച് ചോറോ പരിപ്പോ
ആ സമയത്ത് തിന്നോട്ട്. എല്ലാവർക്കും 3 മണി വരെ ഒന്നും ഇരിക്കാൻ കഴിയില്ല ചിലപ്പോൾ. ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരും. ചില ആൾക്കാർ ഓരോരാളുടെ ശരീരഘടന പോലെയാണ്. ഇവന്മാരൊക്കെ ശരിക്കും ഗൾഫിലൊക്കെ വരണം. എൻ്റെ അഭിപ്രായത്തിന് അതാണ്. ഗൾഫിലൊക്കെ കാണുന്നില്ലേ ആ കൃത്യസമയം 12 എന്നുള്ളതുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ പോയില്ല എല്ലാവരും. എന്തൊരു മനുഷ്യന്മാരാണ്. പക്ഷേ ഇതൊന്ന് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല ഈ പൃഥ്വിരാജിൻ്റെ സെറ്റിലൊന്നും. എന്താ പറയുക, പിറ്റേന്ന് ജോലി ഉണ്ടാവില്ല. ഈ പാവങ്ങൾക്ക് ജോലിയിൽ അതും പോയില്ലേ. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജോലി മാത്രമല്ല, ഒരു ഇഷ്ടപ്പെട്ടു വരുന്ന ഒരു സംഭവമാണ്. പൃഥ്വിരാജ് ഒറ്റക്ക് അവിടെ കിടന്നിട്ട് മാജിക്ക് കാണിച്ചു കഴിഞ്ഞാൽ സിനിമ ആവില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പൃഥ്വിരാജ് ഇതൊക്കെ അറിയണം. അറിയാതിരിക്കാൻ പാടില്ല. അദ്ദേഹം അറിയണം. അദ്ദേഹം അറിഞ്ഞിട്ട് എൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയണമെന്ന് പറയണമായിരുന്നു. അതാണ് ഒരു മുതലാളീൻ്റെ ഒരു പവറ്. അവിടെയാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുക. അല്ലാതെ ഞാൻ പിന്നെ മുതലാളിയാണ്, മിണ്ടിക്കൂടാ, ഏറ് കഴിച്ചൂടാ, ഇതല്ല മുതലാളി. ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിലെ മുതലാളിമാർ ഈ എന്താ പറയുക, പണിക്കാരെ തൊഴിൽ കൈയൂട്ട് നടക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ചായ കുടിക്കും. അങ്ങനെയുള്ള മുതലാളിമാരാണ് ഇന്ന്. അങ്ങനെയുള്ള ആളായിരിക്കണം. അല്ലാതെ ഈ ജാടിയും വെച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഈ ഭൂമി വിട്ട് പോകുന്നവരാണ്. ആ പോകുന്ന ആ ഒരു എത്രയും സമയമെങ്കിലും നല്ല രീതിയിൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു സെറ്റ് പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 4 ആളോട് പറയുന്ന കേൾക്കുമ്പോൾ സിനിമ മോശമായാലും കേട്ടാ, എന്ത് നല്ല സ്വഭാവമാണ് പൃഥ്വിരാജിൻ്റെ. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമല്ലേ, ഒരു സുഖമല്ലേ മനസ്സിന്. നാളെ ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പൃഥ്വിരാജിൻ്റെ സെറ്റിൽ മോളെ അച്ഛൻ്റെ സെറ്റിൽ ഭക്ഷണം ഉണ്ടാവും. അതൊരു ഇതല്ലേ. പക്ഷെ അതുപോലും വേണ്ട എന്ന് വെച്ചിട്ട് തൻ്റെ സുഖം മാത്രം, തനിക്ക് വലിയ കാറിൽ പോകണം, തനിക്ക് AC റൂമിൽ കാറിൽ സഞ്ചരിക്കണം, തനിക്ക് AC റൂമിൽ വേണം, ബാക്കിയുള്ളതെല്ലാം പുഴുക്കൾ എന്ന് വിചാരിച്ച് അവർക്കാണെങ്കിൽ അവരില്ലാതെ കഴിയുകയും ചെയ്യില്ല താങ്കളുടെ സിനിമക്ക്. അങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നവന്മാരോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. അതൊരു ജീവിയാണ്. അതിന് വേദന ഉണ്ടാകും, അതിന് വിശപ്പുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല, അതിനുള്ള പൈസ ഉണ്ടാവില്ല ചിലപ്പോഴും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ വേറെ ഒരു പാവപ്പെട്ട ഒരു നടനോടല്ല പറയുന്നത്, കോടികൾ ആസ്തിയുള്ള, കോടിക്കണക്കിന് രൂപയുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കണം തൻ്റെ ഇതിൽ നിന്ന്. അതായത് നമ്മളൊരു വീടെടുക്കുമ്പോൾ ഒരു തൊഴിലാളി പോലും കണ്ണീരോടുകൂടി പോകരുത് എന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതുണ്ടാവും. അതുപോലെ ആയിരിക്കണം. നമ്മൾ വീടെടുക്കുമ്പോൾ നമ്മളെല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ലേ? ആ ഒരു എന്താ പറയുക, മെയിൻ വാർപ്പിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും ബിരിയാണി അതും ഇതൊക്കെ കൊടുക്കുന്നില്ലേ? അതെന്തിനാണ്? ഒരാൾ പോലും കരഞ്ഞുകൊണ്ട് പോകരുത്. അതുപോലെ ആയിരിക്കണം പൃഥ്വിരാജ്. താങ്കളുടെ സിനിമ കഴിയുമ്പോഴേക്കും താങ്കൾക്ക് ആ നന്മ വേണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ കണ്ണീര് പോലും അവിടെ വീഴാൻ പാടില്ല. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.